ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 58 സങ്കീർത്തനം 11 വചനം, നീതിമാന് നിശ്ചയമായും പ്രതിഫലമുണ്ട്. ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ആരെല്ലാം കർത്താവിൻ്റെ നീതിയിൽ ജീവിക്കുന്നവോ, ആരെല്ലാം അവിടുത്തെ വിശ്വസ്തതയിൽ വ്യാപരിക്കുന്നവോ, അവർക്കെല്ലാം നിശ്ചയമായും പ്രതിഫലമുണ്ട്. എത്ര മനോഹരമായ വചനമാണിത്. നമ്മൾ വിശ്വസ്തരാകുവാൻ, കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ, കർത്താവിൻ്റെ നീതിയിലുള്ള ജീവിതത്തിലേക്ക് നാം എല്ലാവരും കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അപ്രകാരമുള്ളൊരു ജീവിതത്തിന് സ്വർഗം നൽകുന്ന മാന്യത, സ്വർഗം നൽകുന്ന ആദരവ് എത്ര ഉന്നതമാണെന്ന് ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ അരൂപി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ വചനത്തിൻ്റെ കൃപയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിശ്ചയമായും വിശ്വസ്തർക്ക് പ്രതിഫലമുണ്ട്. കർത്താവിൻ്റെ നീതിമാന്മാർക്ക് പ്രതിഫലമുണ്ട്. കർത്താവ് ഈ വചനത്തിന്റെ കൃപയാൽ ഞങ്ങളെ പൊതിയണമേ. നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളെയും നമ്മെ അലട്ടുന്ന നിരവധിയായ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും തകർച്ചകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന വിവിധങ്ങളായ ഞെരുക്കങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെട്ട് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിനെ അടിയറവ് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മളായിരിക്കുന്നിടത്ത് എല്ലാവരും പ്രകാരം പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ അനേകം ഹൃദയങ്ങളെ തുറക്കണമേ, അനേകം ഹൃദയങ്ങളെ തുറക്കണമേ, വചനത്തിന്റെ അഭിഷേകം പകരണമേ, വചനത്തിന്റെ അഭിഷേകം പകരണമേ, വചനത്തിന്റെ കൃപ പകരണമേ, വചനത്തിന്റെ കൃപ പകരണമേ, വചനത്തിന്റെ ശക്തി പകരണമേ, വചനത്തിന്റെ ശക്തി പകരണമേ, വചന സാന്നിധ്യം പകരണമേ, വചന സാന്നിധ്യം പകരണമേ, ഞങ്ങളിലുള്ള അവിശ്വസ്തത പരിഹരിച്ച് പരിശുദ്ധാത്മാവേ, സ്നേഹത്തോടെ വിളിച്ച് പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശ്വസ്തരാക്കണമേ, ഞങ്ങളെ വിശ്വസ്തരാക്കണമേ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് എല്ലാം മറന്ന് പാടി പാടി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വിശ്വസ്തതയെ ആനന്ദത്തോടെ ആഘോഷിക്കുക. നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് പാടുക. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്, വാക്കുമാറാത്തവനാണ്. വാഗ്ദാനങ്ങളിൽ തന്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുന്നവനാണ്. കർത്താവെ, അങ്ങയുടെ വിശ്വസ്തതയ്ക്ക്, കർത്താവെ അവിടുത്തെ കാരുണ്യത്തിന്, ഞങ്ങളോട് കാണിക്കുന്ന നന്മയ്ക്ക്, ദയയ്ക്ക്, മനസ്സലിവിന് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നത്. താങ്ക് യു ലോർഡ്. കരമടിച്ച് പാടുന്നു. കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിൽ അല്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും തന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. എന്റെ കർത്താവിൻ വിശ്വസ്തത, നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ഓ ലോർഡ്, ഐ ലവ് യു. അങ്ങേ സ്നേഹിക്കുന്ന കർത്താവെ, ആരാധിക്കുന്ന കർത്താവെ, നിങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്നു. മാറിയില്ലല്ലോ. അങ്ങേ സ്നേഹത്തോടുപമിക്കുവാൻ ഇല്ല യാതൊന്നുമില്ല പ്രിയനേ. ഈ സ്നേഹബന്ധത്തെ അകറ്റാൻ ഇല്ല ആർക്കും സാധ്യമല്ല. അങ്ങേ കൃപ മതി ഇതരയിൽ നിലനിന്നിടാൻ, അതു ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്നെ ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിയിടുവാൻ സത്യവചനമെന്നാവിൽ നിലനിർത്തണേ.
എന്റെ കർത്താവിൻ വിശ്വസ്തത. ഒരുമിച്ച് പാടാം. കർത്താവേ ആരാധന. We worship Lord, we worship Lord. അങ്ങ് എൻജോയ് ചെയ്ത് കർത്താവിന്റെ വിശ്വസ്തത സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് പാടി, ആഘോഷിച്ചുകൊണ്ട് ആനന്ദത്തോടെ. വിശ്വസ്തത എത്ര വലുത്, അതിൽ അല്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും തന്റെ വിശ്വസ്തത. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. വിശ്വസ്തത, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം, തന്റെ ഉടമ്പടിയോട് നീതി പുലർത്തുന്നവനായ ദൈവം മാറിയില്ലല്ലോ. കരങ്ങൾ ഉയർത്തിടി മുഴക്ക ശക്തിയോടെ നമ്മുടെ മധ്യയുള്ള ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് അവിടുത്തെ തേജസ്സിനാൽ പുതിയപ്പെടുവാൻ, കർത്താവിന്റെ മഹത്വത്താൽ നമ്മൾ സുരക്ഷിതരാകുവാൻ നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ വിളിക്കുന്നു. യേശുവേ, ജീവിക്കുന്ന ദൈവമേ, സർവാധിപനെ, സർവശക്തനായ കർത്താവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, ജനലക്ഷങ്ങളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ പതിനായിരങ്ങളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ഭവനങ്ങളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ സഭാ സമൂഹങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ യുവജനങ്ങളിലേക്ക് വരണമേ. അവരെ തീ പിടിപ്പിക്കണമേ. കുഞ്ഞുങ്ങളെ തീ പിടിപ്പിക്കണമേ. മന്നോഷരെ എല്ലാ ആത്മാക്കളെയും തീ പിടിപ്പിക്കണമേ. അവിശ്വസ്തതയുടെ, അശുദ്ധിയുടെ, അവിശ്വാസത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ച് ജനലക്ഷങ്ങളിലേക്ക് വിശ്വസ്തതയുടെ തീ പകരണമേ. തീ 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 ഫയർ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളിലേക്ക് തീ പകരുക, കൂട്ടായ്മകളിലേക്ക് തീ പകരുക, ലോകരാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക് കർത്താവിന്റെ തീയായി പരിശുദ്ധാത്മാവേ കത്തിപ്പടരുക. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവേ 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 ആത്മാവേ, റൂഹായേ, ആരാധന ആരാധന ആരാധന. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും തന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ആമേൻ ആമേൻ. കർത്താവേ, ഞങ്ങളത് വിശ്വസിക്കുന്ന കർത്താവേ, വിശ്വസ്തത മാറിയില്ലല്ലോ. അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ എല്ലാം ഏൽപ്പിക്കുകയാണ്. കർത്താവിന്റെ വിശ്വസ്തതയിൽ ശരണപ്പെട്ട് ജീവിക്കുവാൻ അമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ആത്മാവിനാൽ നവീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നൽകുന്ന ആലോചന, വിശ്വസ്തരായിരിക്കുക, വിശ്വസ്തരായിരിക്കുക. അവിശ്വസ്തത നിറഞ്ഞ ദുഷിപ്പും വക്രതയും നടമാടുന്ന ഈ തലമുറയിൽ വിശ്വസ്തതയുടെ ആഴവും അർത്ഥവും അതിൻ്റെ പവിത്രതയും മനസ്സിലാക്കാൻ കഴിയാത്ത സാത്താൻ ഹൃദയങ്ങളെ അന്ധമാക്കി ബുദ്ധിയിൽ അന്ധകാരം നിറച്ച ഒരുപാട് ജീവിതങ്ങൾ ഈ തലമുറയിലുണ്ട്. കർത്താവിൻ്റെ ഹൃദയത്തെ ഒരുപാട് മുറിപ്പെടുത്തുന്ന, നമ്മുടെ കർത്താവിനെ വളരെയധികം സങ്കടപ്പെടുത്തുന്ന കൊടും തിന്മയാണ് അവിശ്വസ്തത. ആരെല്ലാം വിശ്വസ്തതയോടെ വ്യാപരിക്കുന്നു അവരെ കർത്താവിന്റെ മഹത്വം ചൂഴ്ന്നു നിൽക്കുകയാണ്. അവന്റെ ഗ്ലോറി അവരെ സൂക്ഷിക്കുകയാണ്. ദൈവത്തോടും ദൈവമേൽപ്പിച്ച സംവിധാനങ്ങളോടും നമ്മുടെ കുടുംബത്തോടും, ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പരസ്പരം, മാതാപിതാക്കളും മക്കളും, ജോലി മേഖലയിൽ, ശുശ്രൂഷ മണ്ഡലത്തിൽ, ബിസിനസ്സിൽ, സമർപ്പിത ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ, ദൈവം വിളിച്ച വിളിയിലും ദൗത്യത്തിലും മണ്ഡലങ്ങളിലും വിശ്വസ്തതയോടെ വ്യാപരിക്കുവാൻ കർത്താവിൻ്റെ നിയമനം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. വിശ്വസ്തതയ്ക്ക് വലിയ മാന്യത കർത്താവിൻ്റെ സന്നിധിയിലുണ്ട്.
സ്വർഗം വളരെ വിലമതിക്കുന്ന ശ്രേഷ്ഠമായ പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത, വിശ്വസ്തത, വിശ്വസ്തത. വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം തിരുവചനം. നീ ഉടനെ സഹിക്കാൻ ഇരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് എന്താണ് സംസാരിക്കുന്നത്? വളരെ പവർഫുള്ളായൊരു വചനമാണിത്. വേദപുസ്തകത്തിൽ നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ച് വായിച്ച് ധ്യാനിച്ചിട്ടുള്ള തിരുവചന ഭാഗം. സ്മിർണയിലെ സഭയോട് കർത്താവിന്റെ ആത്മാവ് പറയാ, നിനക്ക് വലിയ ഞെരുക്കങ്ങൾ ഉണ്ടാകും. ഈ ഞെരുക്കത്തിന് നടുവിലും ഏത് സാഹചര്യത്തിലും മരണം വരെ, ഏതാനും ദിവസമോ ആഴ്ചയോ മാസങ്ങളോ വർഷങ്ങളല്ല, അവസാന ശ്വാസം വരെ, മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവന്റെ കിരീടം ഞാൻ നിനക്ക് നൽകും. എത്ര മനോഹരമായ വാഗ്ദാനമാണിത്! ദ ക്രൗൺ ഓഫ് ലൈഫ്, ജീവകിരീടം ഞാൻ നിനക്ക് തരും. ആർക്ക്? വിശ്വസ്തയോടെ ജീവിക്കുന്നവർക്ക്. ഇത് കർത്താവിന്റെ മാറ്റമില്ലാത്ത വാക്കുകളാണ്. നമ്മുടെ കർത്താവിന്റെ പേര് തന്നെ വിശ്വസ്തനായ സാക്ഷി എന്ന്. വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വചനത്തിൽ അപ്പോസ്തലൻ യോഹന്നാൻ പറയുകയാണ്, വിശ്വസ്ത സാക്ഷി. തന്റെ പിതാവിനോട് എല്ലാ കാര്യങ്ങളിലും ഈശോ വിശ്വസ്തനായിരുന്നു. തന്റെ പിതാവ് തന്നെ ഭരമേൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ദൗത്യങ്ങളും വിശ്വസ്തയോടെ പൂർത്തീകരിച്ച പിതാവിന്റെ ഏകജാതനായ നമ്മുടെ ഏകരക്ഷകനായ യേശു ക്രിസ്തു. അപ്പൊ ഈശോയുടെ പേര് തന്നെ വിശ്വസ്ത സാക്ഷി എന്ന്. നമ്മുടെ കർത്താവ് വിശ്വസ്ത സാക്ഷിയാണെങ്കിൽ കർത്താവിനെ സേവിക്കുന്ന, സ്നേഹിക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവിനായി ജീവിതം ഏൽപ്പിച്ചിരിക്കുന്ന എന്റെയും നിന്റെയും ജീവിതം ഇതേ പാതയിലായിരിക്കണമെന്ന് സ്വർഗം നമ്മെ അറിയിക്കുകയാ. ബി ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തനായിരിക്കുക, വിശ്വസ്തയായിരിക്കുക. ഏത് സാഹചര്യം, അതിൽ വെള്ളം ചേർക്കരുത്, അതിൽ കള്ളത്തരം കാണിക്കരുത്, അത് ഡൈലൂട്ട് ചെയ്യരുത്. അപകടമാണ്, നാശമാണെന്ന് പരിശുദ്ധാത്മ മുന്നറിയിപ്പ്. ഇന്ന് അനേകം കുടുംബങ്ങളെ പിശാച് താറുമാറാക്കുന്നതിന് കാരണം അവിശ്വസ്തതയുടെ കളകൾ അവിടെയുണ്ട്. ഇന്ന് പല സമർപ്പിതരുടെയും സമർപ്പണം കെട്ടുപോകുന്നുവെങ്കിൽ അവർ സമർപ്പിത ജീവിതത്തിൽ എവിടെയൊക്കെയോ അവിശ്വസ്തത കാണിച്ച് മുന്നോട്ട് പോകുക, കർത്താവിനെ വേദനിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. കർത്താവ് നൽകിയ വിളിയോട് വേണ്ടവിധം കമ്മിറ്റഡ് അല്ലാതെ അവർ ജീവിക്കുന്നു. തന്മൂലം ലോകത്തിന്റെ അരൂപിയ പിശാച് അപ്രകാരമുള്ള ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. എത്രയോ പരിതാപകരമായ അവസ്ഥയാ ദൈവമക്കളെ. വിശ്വസ്തത വളരെ വലിയ കർത്താവിന്റെ ഹൃദയത്തെ ഒരുപാട് ആനന്ദിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 1:27 പറയുന്നുണ്ട്, വിനയവും വിശ്വസ്തതയും കർത്താവിന്റെ ഹൃദയത്തിന് ആനന്ദം നൽകുന്നു. ഹല്ലേലൂയ. നമ്മൾ വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും ഒത്തിരി ചെയ്യണ്ട. നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ, നമ്മുടെ ജോലി മേഖലയിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, പഠന മേഖലയിൽ, ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങളിൽ നമ്മൾ വിശ്വസ്തയോടെ നിന്നാൽ മതി. കൊച്ചു കാര്യങ്ങളിൽ വിശ്വസ്തത പാലിക്കുക. കള്ളത്തരങ്ങള്, കപടതകള്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പല വിധത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകള്, ഇതൊന്നും നമ്മുടെ ജീവിതത്തിന് ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. ആയിരിക്കുന്ന തലങ്ങളിൽ നമ്മൾ വിശ്വസ്തരാകുമ്പോൾ അത് സ്വർഗം ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല എന്ന്. ഇതെല്ലാം കർത്താവ് കാണുന്നുണ്ട്. 10,000 സൂര്യനേക്കാൾ തേജസ്സുള്ളതാണ് കർത്താവിന്റെ കണ്ണുകൾ. അവിടുത്തെ വിശ്വസ്തയോടെ നമ്മളെല്ലാം വീക്ഷിക്കുന്നുണ്ട്. കർത്താവിന്റെ കണ്ണുകൾ നമ്മുടെ മേലുണ്ട്. കൊച്ചു കാര്യങ്ങളിൽ
നമ്മൾ വിശ്വസ്തരായി മുന്നോട്ട് പോകുമ്പോൾ അധികമായ കാര്യങ്ങൾ സ്വർഗം നമ്മെ ഭരമേൽപ്പിക്കും. വിശ്വസ്ത സാക്ഷിയാണ്. അതുകൊണ്ട് സുഭാഷിതങ്ങൾ 28:20 പറയുന്നത്, വിശ്വസ്തൻ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. സ്പിരിച്വലി, മെന്റലി, ഇമോഷണലി, ഫിസിക്കലി വിശ്വസ്തനായൊരു ദൈവ പൈതൽ അനുഗ്രഹിക്കപ്പെടും. ഒരു ഭൗതികമായ കുറെ നന്മകളല്ല ഇവിടെ പറയുന്നത്. ആത്മീയമായ കൃപാവരങ്ങളാൽ, കർത്താവിന്റെ ജ്ഞാനത്താൽ, കർത്താവിന്റെ വിവേകത്താൽ, അറിവിനാൽ, ആലോചനയാൽ, ശക്തിയാൽ ആ ദൈവ പൈതലിനെ പരിശുദ്ധാത്മ മുദ്ര ചെയ്യും. പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യും. ഒപ്പം ഭൗതികമായ നമ്മുടെ ആവശ്യങ്ങളിലും കർത്താവിന്റെ പരിപാലനയുണ്ടാകും. സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. ആര്? വിശ്വസ്തരായ ദൈവമക്കൾ. കർത്താവിന്റെ മുൻപിൽ വിശ്വസ്തതയ്ക്ക് വലിയ അർത്ഥമുണ്ട് ദൈവമക്കളെ. അഡ്ജസ്റ്റ്മെന്റുകളും തരികടകളും കാട്ടിക്കൂട്ടലുകളും വേഷം കെട്ടലുകളും ഒന്നും ഇനി ഈ നാളുകളിൽ നടപ്പാകാൻ പോകുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ കർത്താവ് കുറെയൊക്കെ വെച്ച് പൊറപ്പിച്ചു. ഇത് വേർതിരിവിന്റെ സമയമാണ്. നെല്ലും പതിരും വേർതിരിക്കുന്നത് പോലെ കർത്താവ് വേർതിരിക്കുകയാണ്. കർത്താവിന്റെ കയ്യിൽ അരിപ്പയുണ്ട്, നല്ല ഷാർപ്പായ ഈ അരിപ്പ കൊണ്ട് അരിച്ചുകൊണ്ടിരിക്കുക. തെളിയ കളയേതാ, വിളയേതാ, പതിരേതാ, നെല്ലേതാ, കർത്താവ് ഇങ്ങനെ വേർതിരിക്കുക. ഈ വേർതിരിവ് നമുക്ക് കാണാൻ പറ്റും. ഇനി കള്ളത്തരങ്ങൾ കാണിച്ച്, കാട്ടിക്കൂട്ടലുകൾ നടത്തി, അഭ്യാസങ്ങൾ കാണിച്ച്, വേഷം കെട്ടലുകൾ നടത്തി ഇനി അധികം മുന്നോട്ട് പോകാൻ പറ്റില്ല. അധികം നല്ല, ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇനിയുള്ള കാലം വളരെ നിർണായകമായ നാളുകളാണ്. കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കേണ്ട നാളുകള്, കർത്താവിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കേണ്ട നാളുകള്, കർത്താവിനോട് പൂർണ്ണമായി ഐക്യപ്പെട്ട് നമ്മുടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കേണ്ട നാളുകള്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഉഡായിപ്പുകളൊന്നും, വേഷം കെട്ടലുകളൊന്നും ഇനി കർത്താവ് വെച്ച് പൊറുപ്പിക്കില്ല. എൻ്റെ സഹോദരി സഹോദരങ്ങൾ, ആ കാലം കഴിഞ്ഞു. ഈ കോവിഡ് മഹാമാരികളും പ്രകൃതിക്ഷോഭങ്ങളും പകർച്ചവ്യാധികളും ലോകത്തിലുണ്ടാകുന്ന വിവിധങ്ങളായ ഞെരുക്കങ്ങൾ, വിനാശങ്ങളെല്ലാം ഈ സത്യമാണ് നമ്മോട് വിളിച്ചു പറയുന്നത്. മാനസാന്തരപ്പെടുവാനുള്ള സമയം, ആത്മാവിന്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കേണ്ട സമയം, വിശ്വസ്തതയെ മുറുകെ പിടിച്ച് കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കേണ്ട നാളുകള്. ഈ സത്യം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവർക്കും ഇത് മനസ്സിലാവില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവിന്റെ കൃപയ്ക്കും കരുണയ്ക്കും വേണ്ടി. വിശ്വസ്തരാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, സാമുവേൽ പ്രവാചകൻ ദൈവത്തിന്റെ പ്രവാചകനാണെന്ന് തെളിയിച്ചത് അവന്റെ പ്രസംഗചാതുര്യം കൊണ്ടല്ല, പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, തന്റെ ന്യായാധിപ ശുശ്രൂഷയുടെ അഡ്മിനിസ്ട്രേഷൻ പവർ കൊണ്ട് മാത്രമല്ല. പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 46:15 വിശ്വസ്തത തെളിയിച്ചുകൊണ്ട് സാമുവേൽ കർത്താവിന്റെ പ്രവാചകനാണെന്ന് തെളിയിച്ചു. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ ശുശ്രൂഷകനാണ് തെളിയിക്കുന്നത്. നമ്മുടെ വചന പ്രഘോഷണത്തിന് ദൈർഘ്യം മൂലമല്ല, നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ മൂലം മാത്രമല്ല. നമ്മുടെ സംഘടന പാഠവുമോ മിനിസ്ട്രികൾ ഭംഗിയായി കൈകാര്യം ചെയ്ത് കൃപയിൽ കൊണ്ടുപോകുവാനുള്ള നമ്മുടെ അഭിഷേകമോ ഇതും മാത്രമല്ല പ്രിയപ്പെട്ടവരെ. അനുഭവങ്ങൾ കൊണ്ടും പരിചയം കൊണ്ടൊക്കെ കുറയ്ക്കത് ചെയ്യാൻ സാധിക്കും. എന്നാൽ മറ്റാരും കാണാത്ത വിശിഷ്ടമായ ആത്മാവിന്റെ ഫലം, അതാണ് വിശ്വസ്തത. രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും പലപ്പോഴും നമ്മുടെ പബ്ലിക് ലൈഫിൽ നമ്മളൊക്കെ വിശ്വസ്തരാണ്, നമുക്ക് സമൂഹത്തെ പേടിയുണ്ട്. എന്നാൽ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ മറ്റാരും അറിയാത്ത എൻ്റെ പേഴ്സണൽ ലൈഫ്, എൻ്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ എത്രമാത്രം എൻ്റെ കർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നുണ്ട്. എൻ്റെ ചിന്തകളിൽ, എൻ്റെ വാക്കുകളിൽ, എൻ്റെ പ്രവൃത്തികളിൽ, എൻ്റെ സംസാരങ്ങളിൽ, ദൈവം എനിക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന സാധ്യതകളിൽ, അവസരങ്ങളിൽ ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ എന്തുമാത്രം വിശ്വസ്തയാണെന്ന് പരിശോധിക്കണം ദൈവമക്കളെ.
വിശ്വസ്തർക്ക് വലിയ പ്രതിഫലമുണ്ട്. ഇനിയുള്ള നാളുകൾ തൻ്റെ വിശ്വസ്തരെ ദൈവം ഉയർത്തുന്ന നാളുകളാണ്. മഹാകഷ്ടതയുടെ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുക. ഈ ലോകത്തിന് ഇനി പഴയതുപോലെ പോകാൻ പറ്റത്തില്ല. വിശ്വസ്തയോടെ വ്യാപരിക്കുന്നവരെ ദൈവം ഉയർത്തും, ദൈവം ഉയർത്തും, ദൈവം ഉയർത്തും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വേർതിരിവിൻ്റെ സമയമാണ്. ചില കളകളെല്ലാം പിടിതു മാറ്റപ്പെടും, പതിരുകളെല്ലാം മാറ്റപ്പെടും. നമ്മുടെ വിശ്വസ്തതയെ കർത്താവ് ഉരച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഈ സത്യം മനസ്സിലാക്കി എളിമപ്പെട്ട് താഴ്മയോടെ കർത്താവിനെ ആശ്രയിച്ച്, കർത്താവിന് ശരണം വെച്ച്, കർത്താവിനെ മുറുകെ പിടിച്ച്, കർത്താവിന് തിരുമുഖത്ത് മാത്രം കണ്ണുറപ്പിച്ച്, കർത്താവിൻ്റെ കരം പിടിച്ച് ഈ വിശ്വാസ യാത്ര നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. തൻ്റെ വിശ്വസ്തർക്ക് കർത്താവ് നൽകുന്ന പ്രതിഫലത്തിൽ ഒന്നാമത്തെ പ്രതിഫലം എന്താണെന്നറിയോ? ഒരു നന്മയും കർത്താവ് അവർക്ക് നിഷേധിക്കില്ല. ആരൊക്കെ ചിലരുണ്ട് ഈ മുടക്കികളായിട്ടുള്ളവർ. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, കല്യാണ മുടക്കികൾ, ഇതുപോലെ കൃപ മുടക്കികളുണ്ട്, അവസരങ്ങൾ മുടക്കുന്നവർ, സാധ്യതകൾ മുടക്കുന്നവരെ, ജോലി, ബിസിനസ്, ശുശ്രൂഷകൾ, ഇതൊക്കെ മുടക്കുന്നവരെ അസൂയ കൊണ്ടായിരിക്കാം, സ്വാർത്ഥത കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല തിന്മകളുടെ ദൂഷ്യഫലങ്ങൾ കൊണ്ടായിരിക്കാം. പലതും മുടക്കുന്നവർ, മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കാൻ പറ്റാത്ത കുറെ ആത്മാക്കൾ ഈ കാലഘട്ടത്തിലുണ്ട്. ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയാണ്, 84-ാം സങ്കീർത്തനം 11-ാമത്തെ വചനം, വിശ്വസ്തയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും കർത്താവ് നിഷേധിക്കില്ല. ഹല്ലേലൂയ. ഒരു നന്മയും ആർക്കും മുടക്കാൻ പറ്റത്തില്ല. ഒരു പൈശാചിക ശക്തിക്കും, ഒരു മാനുഷിക ശക്തിക്കും, ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും കർത്താവ് എനിക്കും നിനക്കും നൽകുന്ന നന്മയെ തട്ടിത്തെറിപ്പിക്കാനും മുടക്കാനും സാധിക്കില്ല. നീ വിശ്വസ്തനായാൽ, ഞാൻ വിശ്വസ്തനായാൽ, ഗ്യാരണ്ടിയാണ് 100%. ആ നന്മ നമ്മിലേക്ക് തന്നെ ഒഴുകപ്പെടും. ആ നന്മകൾ നമ്മിൽ തന്നെ ചേർക്കപ്പെടും. അതിൽ അല്പം പോലും ആർക്കും എടുത്തു മാറ്റുവാനോ ഇല്ലാതാക്കാനോ നിഷേധിക്കാനോ മുടക്കാനോ സാധ്യമല്ല എന്ന് കർത്താവിന്റെ ജീവനുള്ള വചനം ഉറപ്പ് തരികയാണ്. വിശ്വസിക്കുന്നവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മൾ ഇതിനെ വിഷമിക്കുന്നത്, അവര് മുടക്കി, ഇവര് മുടക്കി, ഇവരാണ് എൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയത്, അത് പറയണ്ട. നമ്മൾ വിശ്വസ്തയോടെ വ്യാപരിച്ചാൽ നമ്മെ തടയാൻ, തകർക്കാൻ, ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ ആർക്കും ഈ ലോകത്തിൽ ഒരു ശക്തിക്കും, നരകത്തിന്റെ ശക്തിക്കും സാധ്യമല്ല ദൈവം. അത് കർത്താവ് തന്നെ വിചാരിക്കണം. രണ്ടാമത്തെ റിവാർഡാണ് ദ ക്രൗൺ ഓഫ് ലൈഫ്, ജീവന്റെ കിരീടം. വെളിപാട് 2:10 നമ്മൾ കണ്ടു. മരണം വരെ വിശ്വസ്തരായിരിക്കുക, ജീവന്റെ കിരീടം ഞാൻ നൽകും. നിത്യതയിൽ നാം കർത്താവിന്റെ നിത്യമഹത്വത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തൻ്റെ വിശ്വസ്തരായ തൻ്റെ ദാസന്മാർക്ക്, ഈ ലോകത്തിൽ തൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിച്ച് ജീവിച്ച തൻ്റെ പൊന്നോമന മക്കൾക്ക് കർത്താവ് നൽകുന്ന സമ്മാനമാണ്, റിവാർഡാണ് ദ ക്രൗൺ ഓഫ് ലൈഫ്, ജീവകിരീടം. കർത്താവിനെ പ്രതി, കർത്താവിൻ്റെ വചനത്തെ പ്രതി, കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ച വിശ്വാസത്തെ പ്രതി, കർത്താവിൻ്റെ സഭയെ പ്രതി നമ്മൾ അനുഭവിക്കുന്ന ചില സഹനങ്ങളും, നമുക്ക് കേൾക്കേണ്ടി വരുന്ന ചില നിന്ദനങ്ങളും, ദുഷിപ്പുകളും, അപവാദങ്ങൾ, അപഖ്യാതികളൊക്കെ ഉണ്ട്. ഇതൊന്നും പാഴല്ലാട്ടോ. വിശ്വസ്തയോടെ നമ്മൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അതെല്ലാം കൃപകളായി സ്വീകരിക്കുമ്പോൾ അത് പാഴല്ല എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ദ ക്രൗൺ ഓഫ് ലൈഫ്, അതെല്ലാം ജീവകിരീടമായി കർത്താവ് മാറ്റുകയാണ്, രൂപപ്പെടുത്തുകയാണ്. മൂന്നാമത് ദൈവത്തിന്റെ വചനം പറയുന്നു, അസാധാരണമായ പ്രൊട്ടക്ഷനാണ്. തൻ്റെ വിശ്വസ്തര് വീഴുവാൻ, ഇടറുവാൻ കർത്താവ് സമ്മതിക്കില്ല. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 2-ാം അധ്യായം 9-ാം വചനത്തിൽ പറയുന്നുണ്ട്, തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ കർത്താവ് കാക്കുന്നു. എത്ര മനോഹരമായ വാഗ്ദാനം! തൻ്റെ വിശ്വസ്തരെ ഇടറി വീഴുവാൻ, അവരെ തട്ടി വീഴുവാൻ, അവരെ തട്ടിത്തെറിപ്പിച്ച് താഴെയിടുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അവരുടെ പാദങ്ങളെ കർത്താവ് കാക്കുന്നു.
തന്റെ വിവേകത്തിൽ അവരുടെ കാലുകളെ കർത്താവ് ഉറപ്പിക്കുന്നു. അവരെ പിഴുതുകളയാനോ പിഴുതെടുക്കാനോ പറിച്ചെടുക്കാനോ ഇല്ലാതാക്കാനോ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും നരകത്തിന്റെ ശക്തികൾക്കും സാധ്യമല്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ അറിയിക്കുകയാണ്. ഡിവൈൻ പ്രൊട്ടക്ഷൻ, നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ദൈവീക സംരക്ഷണം. നാലാമത്തെ റിവാർഡ് ആത്മീയമായ ഉയർച്ചയാണ്. ഒപ്പം ഭൗതികമായ ഉയർച്ചയും കർത്താവ് നൽകുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 21-ാം വചനത്തിൽ, നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് വലിയ കാര്യങ്ങൾ ഞാൻ നിന്നെ ഭരമേൽപ്പിക്കും. ഇതാണ് ഇതിൻ്റെ രഹസ്യം. കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല. അത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സന്തോഷത്തോടെ വിശ്വസ്തയോടെ നമ്മൾ ഈ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ പിറുപിറുപ്പില്ലാതെ പരിഭവങ്ങളില്ലാതെ അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, തിരുസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, അസംഖ്യ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അതെല്ലാം കൃപയായി സ്നേഹത്തോടെ സ്വീകരിച്ച് നമ്മൾ വിശ്വസ്തയോടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് പതുക്കെ വലിയ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ തുടങ്ങും. നമ്മുടെ ശുശ്രൂഷ തലങ്ങൾക്ക് മാറ്റമുണ്ടാകും. നമ്മുടെ കുടുംബ തലങ്ങളിൽ, ജോലി മേഖലയിൽ, ബിസിനസ് മണ്ഡലങ്ങളിൽ, നമ്മുടെ ആത്മീയ തലങ്ങളിലെല്ലാം മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത പാലിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞേ, ഞാൻ നിന്നെ വലിയ കാര്യങ്ങളിലേക്ക് ഉയർത്തും, വളർത്തും, ഞാൻ നിന്നെ ഭരമേൽപ്പിക്കും. കർത്താവിൻ്റെ വാക്കുകളാണ്. നമ്മുടെ ജീവിതങ്ങളിൽ ഇതെല്ലാം പ്രവർത്തിക്കാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വിശ്വസ്തതയ്ക്ക് ഒരു വിലയും കൽപ്പിക്കാതെ തലമുറയിലെ വിശ്വസ്തതയെ ചവിട്ടിക്കളഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ വിശ്വസ്തതയുടെ അങ്കി ധരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ കർത്താവിനെ ഉയർത്തി, കർത്താവിന്റെ വിശ്വസ്തതയുടെ സൗന്ദര്യം ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത് ഞാനും നിങ്ങളും അവന്റെ സാന്നിധ്യത്തിന് കാണപ്പെടുന്ന അടയാളങ്ങളായി മാറുമ്പോൾ അനേകർ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ! ഇതിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ഈ ലോകത്തിൽ എനിക്കും നിനക്കും ലഭിക്കാനുണ്ടോ? എത്ര ശ്രേഷ്ഠമായൊരു വിളിയാണ്, എത്ര ഉന്നതമായൊരു ജീവിതമാണ് ഈശോ തന്നിരിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കി പ്രിയ ദൈവത്തിന്റെ പൈതലേ, ആയിരിക്കുന്ന എല്ലാ തലങ്ങളിലും കർത്താവിനോടും നിന്റെ കുടുംബത്തോടും നിന്റെ ജീവിത പങ്കാളി, മാതാപിതാക്കള്, സഹോദരി സഹോദരങ്ങള്, നിന്റെ സഹോദര ബന്ധങ്ങള്, നിന്റെ അധികാരികള്, ദൈവം നിന്നെ നിർത്തിയിരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം നീ വിശ്വസ്തയോടെ വ്യാപരിക്കുമ്പോൾ ദൈവം നിന്നെ മാനിക്കും. നിന്നിലൂടെ അനേകർ കൃപയിലേക്ക് വരും. ഈ സത്യം മനസ്സിലാക്കി താഴ്മയോടെ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനെ ഏൽപ്പിച്ച് അവിടുത്തെ വിശ്വസ്തതയിൽ വ്യാപരിക്കാൻ തീരുമാനമെടുക്കാം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ നിയോഗങ്ങളെയും നമ്മെ ഓരോരുത്തരെയും വിശ്വസ്തനായ കർത്താവ്, നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും. കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ